നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരറിവാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, അതിൽ ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ് എന്നുള്ളത്. നമുക്കറിയാം, ലോ ഓഫ് അട്രാക്ഷനിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ടെക്നിക്കുകളുണ്ട് അല്ലേ, നമ്മുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേറ്റവും പവർഫുള്ളായിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള, അതുപോലെ ഏറ്റവും പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ടെക്നിക്ക് ഏതാണ്? ഇതാണ് മിക്കവാറും പേർക്ക് അറിയേണ്ടത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞാൻ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ് എന്നുള്ളത്. ഞാനിവിടെ പറയാറുണ്ട്, സാധാരണഗതിയിൽ അഫർമേഷൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ചില കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള വിഷ്വലൈസേഷനും ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ ഇങ്ങനെ അതിന് വേണ്ടിയിരുന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാറൊന്നുമില്ല. സ്വാഭാവികമായിട്ടുള്ള വിഷ്വലൈസേഷൻ ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ മെഡിറ്റേഷൻ, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇത് കേവലം ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമായിട്ടല്ല ചെയ്യുന്നത്. അതും ഞാൻ പറയാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ പൂർത്തീകരിക്കാനുള്ള, നേടിയെടുക്കാനുള്ള കേവലം ഒരു സൂത്രപ്പണിയല്ല, ഒരു എളുപ്പമാർഗമല്ല. മറിച്ച് അതൊരു ആയിത്തീരലാണ് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സും ചിന്തകളും വൈകാരിക ഭാവങ്ങളും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു സമന്വയം, ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു സമന്വയം സംഭവിക്കുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. അങ്ങനെ ഒരു സമന്വയം സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മനസ്സും ചിന്തകളും വൈകാരിക ഭാവങ്ങളും എല്ലാം കൂടി ഈ പ്രപഞ്ചബോധവുമായിട്ടുള്ള ഒരു സമന്വയം, അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഉചിതമായ വിധത്തിൽ കൃത്യമായിട്ടങ്ങ് സംഭവിച്ചോളും. അതാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം. ഇത് ഇപ്പോൾ ഇവിടെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ കുംഭമേളയിൽ പോകാനുള്ള ഒരു നിയോഗം അല്ലെങ്കിൽ ഭാഗ്യം എന്തു തന്നെയായാലും അത് സംഭവിച്ചു. അവിടെ എത്താൻ പറ്റി, വളരെ സുഖകരമായിട്ട് തന്നെ അവിടെ എത്താൻ പറ്റി. വളരെ ഗംഭീരമായിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളിലെല്ലാം പങ്കുചേരാനും സാധിച്ചു. അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് വിശദീകരിക്കണമെന്ന് തോന്നുന്നു. കുംഭമേളയെക്കുറിച്ച് കേട്ടറിഞ്ഞ സമയം മുതൽ കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, ശക്തമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ആ ഒരു ഡേറ്റുകളിലെല്ലാം എൻ്റെ ട്രെയിനിങ്ങുകൾ ഉണ്ട്. എല്ലാ ആഴ്ചയിലും വിവിധയിടങ്ങളിലായിട്ട് ട്രെയിനിങ്ങുകളുണ്ട്. നേരത്തെ തന്നെ ഹാളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പോയി വരാനുള്ള ഒരു സമയം അവിടെ ഇല്ല. കാരണം ഒരു സൺഡേ ട്രെയിനിങ് കഴിഞ്ഞാൽ അടുത്ത സൺഡേ വീണ്ടും മറ്റൊരിടത്തുണ്ട്. സൺഡേയോ ചിലപ്പോൾ സാറ്റർഡേയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു മൺഡേ പോയിട്ട് അതിനുള്ളിൽ മടങ്ങിയെത്തണം. ഇതിനുള്ളിലുള്ളൊരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ എങ്കിലും ഞാനത് ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ചില്ല. അത് മനസ്സിൻ്റെ ഒരു അറ്റത്തേക്ക് മാറ്റിവെച്ചു. പലരും കുംഭമേളയിൽ പോയി വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനും അതുപോലെ എൻ്റെ കുംഭമേള യാത്രയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുന്നതായിട്ടും അനുഭവക്കുറിപ്പുകൾ എഴുതുന്നതായിട്ടുമൊക്കെ മനസ്സിലെ ചിന്തകളിങ്ങനെ കടത്തിവിട്ടുകൊണ്ടേയിരുന്നു. സ്വാഭാവികമായിട്ടും വിഷ്വൽസ് അതിൻ്റെ യഥാർത്ഥമായ വിധത്തിൽ, അതിൻ്റെ സ്വാഭാവികമായ വിധത്തിൽ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫെബ്രുവരി മാസത്തിൽ രണ്ടാമത്തെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ എനിക്ക് എറണാകുളത്ത് ഹിപ്നോസിസിൻ്റെ ലെവൽ 2 ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. അപ്പോൾ ഈ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ എൻ്റെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ഒരു വ്യക്തി വിളിച്ചിരുന്നു. പേര് പറഞ്ഞു, സംഗീത് എന്ന പേരുള്ള ഒരു വ്യക്തി വിളിച്ചിരുന്നു. നമ്മുടെ ഹിപ്നോസിസിൻ്റെ ആദ്യകാല ട്രെയിനിങ്ങുകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ലെവൽ 2 പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ഒഫീഷ്യലായിട്ടുള്ള തിരക്കുകൾ കാരണം എത്താൻ സാധിക്കില്ല. എറണാകുളത്തുണ്ട്, പക്ഷേ എത്താൻ സാധ്യമല്ല. കാരണം ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല, നിരന്തരം കോളുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടാകും. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക എന്ന് എൻ്റെ സ്റ്റാഫ് എന്നോട് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ ഈ വിധത്തിലൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു, സാധാരണഗതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫോണൊരു കാരണവശാലും ട്രെയിനിങ്ങിനുള്ളിൽ അനുവദനീയമല്ല. പിന്നെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്റ്റാഫ് വീണ്ടും എന്നോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറ്റൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഫീ എല്ലാം അടയ്ക്കാൻ തയ്യാറാണ്, പക്ഷേ ക്ലാസ്സിന് നേരിട്ട് പങ്കെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോകളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം വീഡിയോകളുണ്ട്, പക്ഷേ അത് കോൺഫിഡൻഷ്യലാണ്. അത് ട്രെയിനിങ് ഹാളിനുള്ളിൽ മാത്രമേ കാണിക്കൂ, വിശദീകരണങ്ങൾ കൊടുക്കൂ. അതല്ലാതെ ഒരു കാരണവശാലും അത് പേഴ്സണലി ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു, പറ്റില്ല, അദ്ദേഹത്തോട് തൽക്കാലം മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല എന്നറിയിച്ചേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ഭാഗത്ത് പറഞ്ഞു വെച്ചു. മറുഭാഗത്ത് എനിക്ക് കുംഭമേളയിൽ പോകണമെന്നുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹം. ഇത് രണ്ടും ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന മാതിരി അപ്പുറത്ത് താലികെട്ട് ഇപ്പുറത്ത് പാല് കാച്ചെന്നൊക്കെ പറയുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ്. അങ്ങനെ എറണാകുളത്ത് ട്രെയിനിങ് നടക്കുകയാണ്. ഫ്രൈഡേ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ട്രെയിനിങ് ഹാളിലേക്ക് കയറി. ട്രെയിനിങ് ഇങ്ങനെ തുടങ്ങി വരുമ്പോൾ ആരോ 2 പേര് ഇങ്ങനെ കയറി വന്നു. ട്രെയിനിങ്ങിൽ ഇല്ലാത്ത ആളുകളാണ്. അവരെൻ്റെ കോർഡിനേറ്റർ പിൻഭാഗത്തുണ്ടായിരുന്ന കോർഡിനേറ്ററോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എന്നോട് അദ്ദേഹം പറഞ്ഞു, ഒരു മിനിറ്റ് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. സാധാരണഗതിയിലെ ട്രെയിനിങ്ങിനിടയിൽ ഞാനങ്ങനെ പോകാറില്ല, പക്ഷേ എന്തോ ഒരു അത്യാവശ്യം തോന്നിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നിലേക്ക് പോയി കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് സംഗീത് എന്നാണ്, ഞാൻ കോർഡിനേറ്ററോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കോർഡിനേറ്ററിനോട് പറഞ്ഞിരുന്നു, പക്ഷെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞിരുന്നു. ശരിയാണ്, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ വൈകുന്നേരം കുറച്ച് സമയം എന്നോട് സംസാരിക്കാൻ പറ്റുമോ, അതിനുള്ളൊരു സമയം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും സംസാരിക്കാം. കാരണം അതേ ഹോട്ടലിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഏറെക്കുറെ ഫ്രീ ആണ്. അന്നത്തെ ദിവസം പ്രത്യേകിച്ച് മറ്റ് പ്രോഗ്രാംസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്കും കടന്നു. അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. കോർഡിനേറ്ററോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ടീ ബ്രേക്ക് ആയ സമയത്ത് എൻ്റെ കോർഡിനേറ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹം നേരത്തെ വന്ന സംഗീത് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് ആയോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്തിനാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നത്? അദ്ദേഹം ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നത്? അതെനിക്കറിയില്ല. അദ്ദേഹം പേയ്മെൻറ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് GPay നമ്പർ വാങ്ങിയിട്ടുണ്ട്, അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ക്രെഡിറ്റ് ആയോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയ സമയത്ത് അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതെന്തിനാണ് അദ്ദേഹം ചെയ്തത് എന്നെനിക്ക് മനസ്സിലായില്ല. കാരണം അദ്ദേഹം ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ല, വീഡിയോകൾ അയച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എന്തിനാണ് അദ്ദേഹം ഫീ അടച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തു തന്നെയായാലും വൈകുന്നേരം ഒരു 6 മണി 6:30 അദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ വന്നോട്ടെ, ഫ്രീ ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി വന്നോളൂ, ഞാൻ റൂമിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റൂമിലേക്ക് വന്നു. കുറേയധികം സമയം ഞങ്ങൾ വിവിധ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. വിവിധ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം ട്രെയിനിങ്ങിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ചു, ഞാനത് വിശദീകരണങ്ങൾ കൊടുത്തു. ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സംസാരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങി. എന്നിട്ട് അടുത്ത ദിവസം വൈകുന്നേരം വീണ്ടും വിളിച്ചു. ഞാൻ വന്നോട്ടെ, ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു, ശരി വന്നോളൂ എന്ന് പറഞ്ഞു. അന്നും ഇങ്ങനെ കുറേയധികം സമയം സംസാരിച്ചിരുന്നു. അതും വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ കോഴിക്കോടേക്ക് വന്നു. എന്നിട്ട് മൺഡേ ഏതോ ഒരു സമയത്ത് അദ്ദേഹം ഫോണിൽ വിളിക്കുകയാണ്. ഞാനിവിടെ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് എന്തോ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. നേരത്തെ പറഞ്ഞു വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ സംസാര മധ്യേ അദ്ദേഹം സൂചിപ്പിച്ചു, അടുത്ത ആഴ്ച കുംഭമേളയ്ക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ചോദിച്ചു, കുംഭമേളയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതേ പോകുന്നുണ്ട്. സാർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്,
പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൺഡേ ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടും. അടുത്ത മൺഡേ, ഒരു മൺഡേ ആണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അടുത്ത മൺഡേ ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടും. ഏകദേശം ഒരു വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് മടങ്ങിയെത്താം. ഒരു 4 ദിവസത്തെ പ്രോഗ്രാം, ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. ഇങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ കംഫർട്ടബിളാണ്. മാത്രമല്ല അടുത്ത സൺഡേ, ഈ പറയുന്ന സൺഡേ എന്ന് പറയുന്നത് എനിക്ക് എറണാകുളത്താണ് ട്രെയിനിങ്. അപ്പോൾ എറണാകുളത്ത് ട്രെയിനിങ് കഴിഞ്ഞ് മൺഡേ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയാൽ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണോ, അക്കോമഡേഷൻ അവൈലബിൾ ആണോ, ഇതെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് പറയാൻ പറഞ്ഞു. അദ്ദേഹം ഒരു 10 മിനിറ്റ് കൊണ്ട് തിരികെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് വിളിച്ചു, എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും സംഗീത തന്നെയാണ് ചെയ്തത്. സംഗീത ചെയ്തു. ഞാൻ സംഗീതം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം കൃത്യമായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റി. അതുപോലെ പ്രയാഗ്രാജിലേക്കുള്ള യാത്രയും കുംഭമേളയിലെ വിശേഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ ആ വിധത്തിലൊരു വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, എന്തായാലും എൻ്റെ ഒരാഗ്രഹം, ഒരു ചിന്ത കൃത്യമായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സംഗീതനെ സംബന്ധിച്ച്. സംഗീതത്തിന് വീഡിയോസൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പോലും എന്തിൻ്റെ പേരിലാണെന്നറിയില്ല, അദ്ദേഹം ഒന്നും നോക്കാതെ ഫീ അടച്ചിട്ടുമുണ്ട്. ചില കാര്യങ്ങൾ ഓൾറെഡി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നാണ് പ്രയാഗ്രാജിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റിൽ എന്തായാലും 2-3 മണിക്കൂർ നമ്മളിങ്ങനെ ഇരിക്കണം. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ട്രെയിനിങ്ങിന് സാധാരണ കാണിക്കുന്ന ചില വീഡിയോസ്, പറഞ്ഞു കൊടുക്കുന്ന ചില വീഡിയോസൊക്കെ ഉണ്ട്. അത് ലെവൽ 2 ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം. അത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എക്സോർസിസമാണ്. പ്രേതബാധ നിവാരണം, അതിൻ്റെ സയൻറ്റിഫിക് സൈഡ്, സ്പിരിച്വൽ സൈഡ്, സൈക്കോളജിക്കൽ സൈഡ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഓഡിയൻസിന് വേണ്ടിയിട്ട്, എൻ്റെ പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയ ചില വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോകൾ ഞാൻ എൻ്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. സാധാരണഗതിയിൽ ഫോണിലേക്ക് ഞാൻ അങ്ങനെ വെക്കാറില്ല. ഞാൻ വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫ്ലൈറ്റിലിരിക്കുന്ന സമയം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറോ മറ്റോ സമയമുണ്ട്. അതോ ഒരു പക്ഷേ അതിലും അല്പം കൂടുതൽ സമയമുണ്ട്. ആ സമയം എന്തായാലും അത് സംഗീതത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും, ചില വിശദീകരണങ്ങൾ കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഫോണിലേക്ക് എടുത്ത് വെച്ചു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഫ്ലൈറ്റിലിരിക്കുന്ന സമയത്ത് സംഗീതനത് കാണിച്ചു കൊടുത്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ ആ യാത്രയിലുടനീളം, ഈ 4-5 ദിവസത്തെ യാത്രയിലുടനീളം ഞങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളിലെല്ലാം സംസാരിച്ചിരുന്നത് ഇതേ വിഷയങ്ങൾ തന്നെയാണ്. ഒരു പക്ഷേ ട്രെയിനിങ്ങിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ട്രെയിനിങ് ഹാളിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധികം കാര്യങ്ങൾ ഞങ്ങളുടെ ഈ യാത്രയ്ക്കിടയിൽ പരസ്പരം ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കടന്നുപോയ ചിന്ത, 2 പേരുടെയും, എൻ്റേതായാലും ശരി സംഗീതത്തിൻ്റേതായാലും ശരി, ശക്തമായിട്ടുള്ള ചിന്തകൾ, ആഗ്രഹങ്ങൾ അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. മനസ്സിലായോ? നോക്കൂ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പഠിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രയാഗിലേക്ക് യാത്ര ചെയ്യണം, കുംഭമേളയിൽ പങ്കെടുക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ചിന്തകളും എന്നിലൂടെ കടന്നുപോയ ചിന്തകളും എല്ലാം കൃത്യമായിട്ട് സമന്വയിച്ചുകൊണ്ട് 2 പേരുടെയും ആഗ്രഹ സാക്ഷാത്കാരത്തിനുള്ള ഒരു വഴി പ്രകൃതി ഒരുക്കി തന്നത് എത്ര മനോഹരമായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണ പറയാറില്ലേ, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരാഗ്രഹം അത് അത്രമാത്രം ശക്തമാണ് എങ്കിൽ, നമ്മുടെ ലക്ഷ്യം നല്ലതാണ് എങ്കിൽ അതിനായിട്ട് പ്രപഞ്ചം മുഴുവൻ നമ്മളോടൊപ്പം നിലനിൽക്കും എന്ന് പറഞ്ഞു കേൾക്കാറില്ലേ? അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. വളരെ ഗംഭീരമായിട്ട് പലരും കുംഭമേളയിലുള്ള ആ യാത്രയെക്കുറിച്ചും ചിലപ്പോൾ അവിടെ നേരിട്ട ചില അസ്വസ്ഥതകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കേട്ടുന്നു. ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു, ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു, ഇങ്ങനെയൊക്കെ.
പക്ഷേ അതൊന്നുമില്ലാതെ വളരെ സുഖകരമായിട്ട് എല്ലാ വിധത്തിലും എല്ലാ അർത്ഥത്തിലും വളരെ സുഖകരമായിട്ട് പോയി വരാൻ സാധിച്ചു. അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, കേവലം ഒരു ടെക്നിക്ക് അതുകൊണ്ട് നേടിയെടുക്കാവുന്നതിനപ്പുറം ഒരു ആയിത്തീരലാണ് നമ്മളെന്ന വ്യക്തിയും പ്രപഞ്ചബോധവും തമ്മിലുള്ള ഒരു സമന്വയം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ആഗ്രഹങ്ങൾ അതതിനനുസരിച്ച് സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മളാകെ ചെയ്യേണ്ടത് പ്രപഞ്ചബോധവുമായിട്ടുള്ള ഒരു സമന്വയം, പ്രകൃതിയുമായിട്ടുള്ള ഒരു സമന്വയത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ലഘുവായിട്ട്, ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് മെഡിറ്റേഷനിലൂടെ പ്രപഞ്ചവുമായിട്ട് നമുക്ക് താദാത്മ്യം പ്രാപിക്കാൻ സാധിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും അഫർമേഷനും വിഷ്വലൈസേഷനും വിഷൻ ബോർഡും സ്ക്രിപ്റ്റിങ്ങും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം അതിന് സപ്പോർട്ടീവായിട്ടുള്ള മറ്റ് ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.